എന്നെ കമ്പനിക്ക് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞ് ജോലി ചെയ്യുന്ന ഒരാളാണ് ലിൻഡ ലിഡിൽ. എപ്പോഴും ഭയങ്കര പോസിറ്റിവിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് 7 വർഷമായിട്ട് കമ്പനിക്ക് വേണ്ടി ചത്ത് പണിയെടുക്കുകയാണ്. പക്ഷേ പുതുതായി വരുന്ന ബോസ് ലിൻഡയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പ്രൊമോഷൻ നേരെ 6 മാസം മാത്രം എക്സ്പീരിയൻസ് ഉള്ള ബോസിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് കൊടുക്കുന്നു. ലിൻഡയ്ക്ക് ഇത് കേട്ടിട്ട് കലി സഹിക്കാൻ വയ്യാതെ നേരെ ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. ബോസിൻ്റെ അടുത്ത് പോകുന്ന ലിൻഡയെ സമാധാനിപ്പിക്കാനെ ബോസ് പറയുന്നു, അടുത്ത ആഴ്ച നമ്മൾ ഇവിടുന്ന് ഒരു കമ്പനി ട്രിപ്പ് ബാങ്കോക്കിലേക്ക് പോകുന്നുണ്ട്, ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനായിട്ട്, നീയും കൂടെ വരാനായിട്ട് പറയുന്നു. അങ്ങനെ ലിൻഡ ബോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അവർ വരുമെന്ന്. ലിൻഡ വിമാനം സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് അവിടെ എത്തുന്നു, പ്രൈവറ്റ് ജെറ്റിൻ്റെ. ലിൻഡയും കൂടെ ബിസിനസ് ട്രിപ്പിന് പോവുകയാണ്. ഈ വിമാനത്തിൻ്റെ അകത്ത് വെച്ച് പോലും ഒരു ലിൻഡയെ ബുള്ളി ചെയ്യുവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ വിമാനം തകരുന്നു, കടലിൽ വീഴുന്നു. ആകെ രക്ഷപ്പെടുന്നത് ലിൻഡയും ബോസും മാത്രം. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ഐലൻഡിലെത്തുന്നു. പിന്നീട് അവിടെ എന്ത് നടക്കും? താൻ എപ്പോഴും ബുള്ളി ചെയ്തിരുന്ന ലിൻഡ, ഒന്നുമല്ലെന്ന് കൺസിഡർ ചെയ്തിരിക്കുന്ന ലിൻഡ, തന്നെ എപ്പോഴും ബുള്ളി ചെയ്യുന്ന ബോസ്, തനിക്കുള്ള പ്രൊമോഷൻ പോലും എടുത്ത് കളഞ്ഞ ബോസ്, ഇവർ 2 ക്യാരക്ടേഴ്സും കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും എന്നുള്ളതാണ് സെൻഡ് ഹെൽപ്പ് എന്ന പുതിയ ഇംഗ്ലീഷ് ചിത്രത്തിൻ്റെ പ്രമേയം. സാം റൈമിയാണ് ഈ പടത്തിൻ്റെ ഡയറക്ഷൻ. സാം റൈമി സ്പൈഡർമാൻ 1, 2, 3 സിനിമകളുടെ ഡയറക്ടറായിരുന്നു. ഡോണ്ട് ബ്രീത്ത് പോലുള്ള ചിത്രങ്ങളുടെ ഡയറക്ടറാണ്. സോ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കാണാറുള്ള ഒരു സസ്പെൻസ് മൊമെൻറ്റം ഈ പടത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കിഡിലർ റൈറ്റിംഗ് ആണ്. നമുക്ക് വളരെ പ്രെഡിക്റ്റബിൾ ആവുന്നു തോന്നുന്ന ഒരു സ്റ്റോറിയെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 സീൻസ് ഉണ്ട്. തിയേറ്ററിൽ നമ്മൾ സീറ്റിൽ നിന്ന് ചാടുന്ന ടൈപ്പ് 3 സീനുകളുണ്ട്. കിടില സീനുകളാണ്. അത് എന്ത് സീനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ഗംഭീര സീനുകളാണ്. ഉറപ്പായിട്ടും നമ്മൾ ഞെട്ടിപ്പോകുന്ന ടൈപ്പ് സീനുകളാണ്. റേച്ചൽ മെക്കാഡംസിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. കിടില പെർഫോമൻസാണ് പുള്ളിക്കാരി ലിൻഡ ആയിട്ട്. ഒരു ഫസ്റ്റ് ആക്ട്, ഒരു സെക്കൻഡ് ആക്ട്, തേർഡ് ആക്ടിൽ അങ്ങനെ ഒരു ഇതില്ല, പക്ഷേ എന്നാൽ കൂടി നല്ല ട്രാൻസിഷനുള്ള, നല്ല ആർക്കുള്ള ക്യാരക്ടറാണ്. ഗംഭീരമായിട്ട് പുള്ളിക്കാരി സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡയലൻ ഒബ്രൈനും നല്ല പെർഫോമൻസാണ്. പടം എന്തുകൊണ്ടും നല്ലൊരു തിയേറ്റർ വാച്ചാണ്. നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയ കൂടുതലും നല്ല സൗണ്ട് എഫക്റ്റുകളുള്ള കുറച്ച് വിഷ്വൽസ് പടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡോൾബിയൊക്കെയുള്ള തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ കിടിലമായിരിക്കും. പടം റിയൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിച്ച്നെസ് പടത്തിനുണ്ട്. ഒരു സ്റ്റുഡിയോ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതല്ല. അത് പടത്തിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ഒരു ഓസ്ട്രേലിയ, തായ്ലൻഡ് എവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്തതെന്ന് എൻ ക്രെഡിറ്റ്സിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി പടത്തിന് കാണാനുണ്ട്. എന്തുകൊണ്ടും ഒരു നല്ല തിയേറ്റർ അനുഭവമാണ് പടം. പിന്നെ ഞാൻ 18+ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാര്യം കുറച്ച് വയലൻസ് സീനുകളൊക്കെ ഉണ്ട്. ഭീകര വയലൻസ് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും വയലൻസ് ആയിട്ടുള്ള സീനുകളുണ്ട്. അതുകൊണ്ട് 18+ ആയിട്ടുള്ള ആൾക്കാർ കാണുന്നതാണ് ബെസ്റ്റ്. പക്ഷേ ഗംഭീരമായ ഒരു സിനിമ അനുഭവമാണ്. എന്തുകൊണ്ട് നമ്മൾ 200 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പൈസ വസൂലായിട്ടുള്ള ഒരു പടമാണ്. എന്തായാലും നിങ്ങൾ ചിത്രം തിയേറ്ററിൽ തന്നെ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വൈറ്റ് ബോർഡ് സ്റ്റോറീസിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരെയും ബൈ.